നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KPSTA വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ജ്യോതിർഗമയ കാസർഗോട്ട് നിന്ന് പ്രയാണം ആരംഭിച്ചു. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ രംഗം അട്ടിമറിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുടെ ആദ്യ പ്രതിമാസ പരിപാടിയായി 3 ലഘുനാടകങ്ങൾ അരങ്ങേറി. പുലിക്കുന്നിലെ സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ കാസർഗോഡൻ കൂട്ടായ്മയാണ് നാടകങ്ങൾ അരങ്ങിലെത്തിച്ചത്. മതപണ്ഡിതൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പങ്കാളികളായവരെ പിടികൂടി ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് സമസ്ത നേതാക്കൾ. അക്രമികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സമസ്ത. കന്നഡ മീഡിയത്തിൽ നിയമനത്തിനായി എത്തിയ മലയാളം അധ്യാപികയെ വിദ്യാർത്ഥികളും PTA കമ്മിറ്റി ഭാരവാഹികളും തടഞ്ഞു. കാസർഗോഡ് ബേക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഭവം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ സംഘപരിവാർ BJP RSS സംഘടനകൾ ശ്രമിക്കുന്നതായി മുസ്ലിം ലീഗ് നേതാക്കൾ. ഹർത്താലിന്റെ മറവിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ BJP നേതാക്കളെ സംരക്ഷിക്കാൻ കുമ്പള മഞ്ചേശ്വരം പോലീസ് ശ്രമിക്കുന്നതായും നേതാക്കൾ. ബാലടുക്ക അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. കഴിഞ്ഞ 12 ദിവസങ്ങളിലായി നടന്ന കടമ്പാർ വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാം ഉറൂസിന് സമാപന പരിപാടി നൌഫൽ അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ രംഗം അട്ടിമറിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. KPSTA കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ജ്യോതിർഗമയ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാർ ഭരണഘടനാപരമായി നിർമ്മിച്ച എല്ലാ സ്ഥാപനങ്ങളും തകർക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഹിന്ദുത്വ ആശയങ്ങൾ കുത്തിനിറയ്ക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ദേശീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പറയുമ്പോൾ മഹാത്മാഗാന്ധി ഉൾപ്പെടെ തമസ്കരിക്കുവാനുള്ള നീക്കവും നടന്നുവരുന്നു. കേന്ദ്രത്തിൽ കാവ്യവൽക്കരണമാണെങ്കിൽ കേരളത്തിൽ പിണറായി സർക്കാർ ചുവപ്പുവൽക്കരണമാണ് നടപ്പിലാക്കുന്നതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്ന ശേഷം MP-മാരെയും MLA-മാരെയും ആശ്രയിച്ചുകൊണ്ട് കെട്ടിടത്തിന് പുതുക്കിപ്പണിയാനും പുനർനവീകരണം നടത്താനും ചിലയിടത്ത് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിയെന്നാൽ കവിഞ്ഞ് ആത്മാർത്ഥവും സത്യസന്ധവുമായ എന്തൊരു ശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിയെന്ന് ഓർക്കുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ തന്നെ ഒരു ഭാഗത്ത് കാവ്യവൽക്കരണം നടത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസ രംഗത്തെ ചുവപ്പ് പുതപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യവും നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ KPSTA സംസ്ഥാന പ്രസിഡന്റ് P. ഹരിഗോവിന്ദന് മുല്ലപ്പള്ളി പതാക കൈമാറി. ജാഥ വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. സലാഹുദ്ദീൻ, മാനേജർ S. സന്തോഷ് കുമാർ എന്നിവരാണ് മറ്റ് ജാഥാംഗങ്ങൾ. ചടങ്ങിൽ ഗുരുശ്രേഷ്ഠരെ മുൻമന്ത്രി VC ഖബീർ ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറിമാരായ രവികുമാർ, K. നീലകണ്ഠൻ, NA നെല്ലിക്കുന്ന് MLA, KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്, CK ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ശാന്തമ്മ ഫിലിപ്പ്, NK ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. 25-ന് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുടെ ആദ്യ പ്രതിമാസ പരിപാടിയായി 3 ലഘുനാടകങ്ങൾ അരങ്ങേറി. പുലിക്കുന്നിലെ സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ കാസർഗോഡൻ കൂട്ടായ്മയാണ് നാടകങ്ങൾ അരങ്ങിലെത്തിച്ചത്. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി S. ദർശൻ അഭിനയിച്ച മീശ നാടകം ആദ്യം വേദിയിലെത്തി. ദയവായി എന്ന നാടകം KP ശശികുമാർ അവതരിപ്പിച്ചു. ആക്ട് നീലേശ്വരത്തിന് വേണ്ടി രംഗപാഠവും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചത് KP ശശികുമാറാണ്. ദർശൻ ശശികുമാറിൻ്റെ മകനാണ്. ഈ സന്തോഷ് കുമാറിൻ്റെ പണയം കഥയെ ആസ്പദമാക്കിയുള്ള മർഫി നാടകം അവസാനമെത്തി. അധ്യാപകരായ PP രാജനും P. സത്യനാഥനും കഥാപാത്രങ്ങളായി. ഉദിനൂർ ജ്വാല തിയേറ്റേഴ്സിന് വേണ്ടി EV ഹരിദാസാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. GB വത്സൻ, KV മണികണ്ഠദാസ്, EV ഹരിദാസ് എന്നിവർ നാടകങ്ങൾക്ക് ആമുഖം നൽകി. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. അങ്ങനെ എത്ര മഹാരഥന്മാർ. ഈ റേഡിയോ
കാണിച്ചിട്ടല്ലേ നീ എന്നെ സ്വീപ്പാക്കി. അങ്ങനെ തന്നെ ഓൻ പറഞ്ഞോ? ഈ റേഡിയോ അരങ്ങ് സന്തോഷ് ഏച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു. കലാസംഗമത്തിന്റെ ഭൂമിയായിരുന്നു നമ്മുടെ യഥാർത്ഥത്തിൽ കാസർഗോഡ് എന്ന് പറയുന്നത്. പക്ഷെ അത് എപ്പോഴാണ് ഇങ്ങനെ ഒരു കലാപത്തിന്റെ വേദിയായിട്ട് മാറിയത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ കല മാറുമ്പോഴാണ് പലപ്പോഴും എന്തുണ്ടാവുന്നത്, കലാപത്തിന് വഴിയൊരുക്കുന്നത്. അത് കേവലം ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കേവലം കുറച്ച് ആളുകൾ മാത്രം, കാസർഗോഡുകാർ വളരെ നല്ല ആളുകളാണെന്നറിയാം. അപ്പോൾ ഇത് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ചെറിയ ഒരു ശതമാനം ആളുകളാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഇത്തരത്തിൽ കമ്മ്യൂണലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം ഇവിടെ ഭീതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭീതി ഉണ്ടാക്കുക. ആ ഭീതി ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ഒരു ഇടം കിട്ടും, ആ ഇരുട്ട് കിട്ടും. ആ ഇരുട്ടിൻ്റെ അകത്തു നിന്നാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതാണ് കലയുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ദൗത്യത്തിലാണ് നമ്മൾ ഇപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, ടി എ ഷാഫി, ടി വി ഗംഗാധരൻ, കേരള തുളു അക്കാദമി ചെയർമാൻ ഉമേഷ് ശാലിയാൻ, കർണാടക നാടക അക്കാദമി അംഗം ബാസുമ കുടക്, ജില്ലാ ഫിനാൻസ് ഓഫീസർ കെ സതീശൻ, നാരായണൻ, കെ എം അബ്ദുൽ റഹിമാൻ, സുബിൻ ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഹർത്താൽ ദിനത്തിൽ ബായാറിൽ മതപണ്ഡിതൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പങ്കാളികളായവരെ പിടികൂടി ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് സമസ്ത നേതാക്കൾ ആവശ്യപ്പെട്ടു. അക്രമികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബായാർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കരീം മുസ്ലിയാർ എന്ന മതപണ്ഡിതൻ അക്രമത്തിനിരയായത്. ഇദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടും പോലീസ് നടപടിയെടുക്കാത്തത് പ്രതിഷേധാർഹമാണ്. അക്രമത്തിലൂടെ സംഘപരിവാർ ശക്തികൾ നാട്ടിൽ കലാപം അഴിച്ചുവിടുവാനാണ് ശ്രമിക്കുന്നതെന്നും സമസ്ത നേതാക്കൾ ആരോപിച്ചു. കേരളത്തിൻ്റെ മതേതര തനിമ നഷ്ടപ്പെടുത്താൻ വേണ്ടി സംഘപരിവാറിൻ്റെ ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു വർഗീയ ലഹള ഉണ്ടാക്കാനുള്ള ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് RSSൻ്റെ അക്രമികൾ ഈ കൊലപാതക ശ്രമം നടത്തിയിട്ടുള്ളത്. മുഖ്യപ്രതി ആരൊക്കെയാണെന്ന് കണ്ടെത്തി മുഖ്യധാരയിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് സർക്കാരുകൾ തയ്യാറാവണം. അത് തയ്യാറാവാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് സുന്നി സംഘടനകൾ തയ്യാറാവും. അതിൽ ആദ്യ പ്രക്ഷോഭം എന്ന നിലക്ക് സംസ്ഥയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ SKSSF ഈ വെള്ളിയാഴ്ച കാസർഗോഡ് പ്രതിഷേധ സംഗമം നടത്തുകയാണ്. ആവശ്യമെങ്കിൽ ജമിയത്തുൽ ഖുതബായിൻ്റെയും ജമിയത്തുൽ ഉലമയുടെയും ഒക്കെ നേതൃത്വത്തിൽ ജമിയത്തുൽ മുഅല്ലിമീനും SYSും ഒക്കെ സംഘടിച്ചുകൊണ്ട് വമ്പിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് വരേണ്ടി വരും. നാസർ ഫൈസി കൂടത്തായി, അബ്ബാസ് ഹാജി കല്ലട്ര, മജിദ് ബാഗവി തളങ്കര, ചുഴലി മുഹിയുദ്ദീൻ ബാഗവി, സലൂദ് നിസാമി, മുഹമ്മദ് ഫൈസി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കന്നഡ മീഡിയത്തിൽ നിയമനത്തിനായി എത്തിയ മലയാളം അധ്യാപികയെ വിദ്യാർത്ഥികളും PTA കമ്മിറ്റി ഭാരവാഹികളും തടഞ്ഞു. കാസർഗോഡ് ബേക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഭവം. തിരുവനന്തപുരത്ത് നിന്നെത്തിയ നിഭ എന്ന അധ്യാപികയെയാണ് തടഞ്ഞത്. ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളുകളിൽ മലയാളം അധ്യാപകരെ നിയമിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് ബേക്കൂർ സ്കൂളിൽ മലയാളം ഭാഷാ അധ്യാപിക നിയമനത്തിനായി എത്തിയത്. വിവരമറിഞ്ഞതോടെ കുട്ടികളും രക്ഷിതാക്കളും PTA അംഗങ്ങളും സംഘടിക്കുകയും തിരുവനന്തപുരത്ത് നിന്നെത്തിയ അധ്യാപികയെ തടയുകയുമായിരുന്നു. പിന്നീട് പോലീസ് സംരക്ഷണതയിൽ അധ്യാപിക സ്കൂൾ ഗേറ്റ് വരെ എത്തിയെങ്കിലും പ്രതിഷേധക്കാർ സ്കൂളിലേക്ക് കടത്തിവിട്ടില്ല. ಅವರಿಗೆ ಕನ್ನಡ ಅರ್ಥ ಇದ್ರೆ ಮತ್ತೆ ಎಂತ ಮಾಡುದು? ಮಲಯಾಳ ಅರ್ಥವೇ ಆಗ್ಲಿಕ್ಕಿಲ್ಲ, ಅವರಿಗೆ ಓದ್ಲಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲ, ಬರೀಲಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲ, ಮತ್ತೆ ನಾವೆಂತ ಮಾಡುದು? ಇಲ್ಲಿ ಕೂತು ನಮಗೆ ಫೈನಲ್ ಎಕ್ಸಾಮ್ ನಾವೇಗೆ ಬರೀದು? ಫೈಲ್ ಆದ್ರೆ ಹೋಯ್ತು ಅದ್ರಲ್ಲಿ. ಸರ್ಕಾರ ಘೋರ ಅನ್ಯಾಯ ಮಾಡ್ತಾ ಇದೆ ನಮಗೆ. ಈಗ ಕನ್ನಡಕ್ಕೆ ಮಲಯಾಳ ಟೀಚರ್ ಬಂದು ನಾವೇನು ಮಾಡುದು? ಇನ್ನು 10th ಕಷ್ಟ ಆಗ್ತಿದೆ, ಫೈನಲ್ ಎಕ್ಸಾಮ್ ಬಂತು. ಆದ ಕಾರಣ ಅವರು ಬರುವುದು ಬೇಡ ಎನ್ನುವುದೇ ನನ್ನ ಹೋರಾಟ. ഇതേ തുടർന്ന് വിദ്യാഭ്യാസ അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും സംയുക്ത യോഗം ചേർന്നാണ് പ്രശ്നം പരിഹരിച്ചത്. യോഗത്തിൽ അധ്യാപികയോട് സ്കൂളിൽ നിയമനമെടുക്കുവാനും തുടർന്ന് അവധിയിൽ പ്രവേശിക്കുവാനും ആവശ്യപ്പെട്ടു. കന്നഡ ഭാഷ പഠിച്ചതിന് ശേഷം മാത്രം ജോലിയിൽ പ്രവേശിച്ചാൽ മതിയെന്നും യോഗം അധ്യാപികയോട് നിർദ്ദേശിച്ചു. തുടർന്ന് ജോലിയിൽ പ്രവേശിച്ച അധ്യാപിക അവധിയെടുത്ത് നാട്ടിലേക്ക് തിരിച്ചു. DDO ഗിരീഷ് ചോലയിൽ, DDE നന്ദികേഷ്, ജനപ്രതിനിധികളായ ഹർഷാദ് വോർക്കാടി, ഫരീദ സാക്കിർ, സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൽ റഹിമാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പെർഡാല, കയർക്കട്ട എന്നീ സ്കൂളുകളിലും കന്നഡ മീഡിയത്തിൽ നിയമനത്തിനായി മലയാളം ഭാഷ അധ്യാപകരെത്തിയിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായിരുന്നു ഈ അധ്യാപകരും.
ഇവരും ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് നാട്ടിലേക്ക് തിരിച്ചതായാണ് വിവരം. ന്യൂസ് ഡെസ്ക് KCN. കോട്ടക്കണ്ണി ശ്രീരാമനാഥ സംസ്കൃത ഭവന സമിതിയുടെയും കർണാടക നാടക അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാടക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കർണാടക നാടക അക്കാദമി അംഗം ബാസുമ്മ ഉദ്ഘാടനം ചെയ്തു. കർണാടക നാടക അവാർഡ് ജേതാവ് സുബ്ബണ്ണ ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേരള തുളു അക്കാദമി പ്രസിഡന്റ് ഉമേഷ് ശാലിയാൻ മുഖ്യാതിഥിയായിരുന്നു. ರಂಗಭೂಮಿಯ ಮಾತುಗಳು, ಅದೇ ರೀತಿಯಲ್ಲಿ ಚಲನವಲನಗಳು ಎಲ್ಲ ವಿಭಾಗದಲ್ಲೂ ಅವರು ನಿಮಗೆ ತರಬೇತಿಯನ್ನು ನೀಡುತ್ತಾರೆ. ಅದನ್ನು ಪಡ್ಕೊಂಡು ನಾಳಿನ ಸಮಾಜದ ಉನ್ನತ ಶ್ರೇಣಿಯಲ್ಲಿ ನಿಲ್ಲುವಂತಹ ಯುವಕರಾಗಿ ನೀವು ಬೆಳಿಬೇಕಾಗಿದೆ. ക്യാമ്പ് ഡയറക്ടർ റംസാൻ സാഹിബ്, ഗായിക കാവ്യറാണി, നാടക നടൻ കിരൺ കലാഞ്ജലി, ജയറാം പാട്ടാളി, ഗുരുപ്രസാദ് കോട്ടക്കണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം മണ്ഡലത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ സംഘപരിവാർ, BJP, RSS സംഘടനകൾ ശ്രമിക്കുന്നതായി മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി നേതാക്കൾ. ഹർത്താലിന്റെ മറവിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ BJP നേതാക്കളെ സംരക്ഷിക്കാൻ കുമ്പള, മഞ്ചേശ്വരം പോലീസ് ശ്രമിക്കുന്നതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താലിന്റെ മറവിൽ വ്യാപകമായ അക്രമങ്ങളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ടായത്. അക്രമത്തിൽ പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിലാണ്. എന്നാൽ അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുവാൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല. ഈ അനീതി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും പോലീസിനെതിരെ ചൊവ്വാഴ്ച ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ആ സംഭവം സംഘപരിവാർ പലപ്പോഴും അതിർത്തിയിൽ നിന്ന് മംഗലാപുരത്തെ സംഘപരിവാറിന്റെ ഗുണ്ടകളെ ഏത് കേരളത്തിൽ സംഭവം വരുമ്പോഴും അത് കേരളത്തിലേക്ക് ഇറക്കും. പോലീസ് 7 പ്രതികളെ പിടികൂടി. അദ്ദേഹത്തിന്റെ തലക്കടിച്ച ആളുകളും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും വലയിലായിട്ടില്ല. അതിൽ 40ഓളം ആളുകൾ സംഘം ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതാണ്. തീർച്ചയായും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് വലിയ ഒരു പ്രക്ഷോഭത്തിന് തന്നെ തുടക്കം കുറിക്കാൻ വേണ്ടി AKM അഷ്റഫ്, M അബ്ബാസ്, ഗോൾഡൻ റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. JCI കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി ഈ വർഷത്തെ പ്രവർത്തന പരിപാടികൾ പ്രഖ്യാപിച്ചു. സേവനം, ബോധവൽക്കരണം, പരിശീലനം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രത്യേക പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉണർവ് 2019, സ്നേഹസ്പർശം, തിരിച്ചറിവ് തുടങ്ങിയ പേരിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. 100-ലധികം സ്കൂളുകളിൽ ഉണർവ് എന്ന പരിപാടി സംഘടിപ്പിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കും. സ്നേഹസ്പർശം പരിപാടിയുടെ ഭാഗമായി ചികിത്സാ സഹായ വിതരണം, ഭക്ഷണ വിതരണം, സർക്കാർ ആശുപത്രിയിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളുടെ വിതരണം എന്നിവ നടക്കും. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ഉണർവ്. ഇതുകൂടാതെ രക്തദാന ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ജൈവ കൃഷി, ബിസിനസ് സെമിനാറുകൾ, പ്രസംഗ പരിശീലന ക്ലാസുകൾ, വ്യക്തിത്വ വികസന പരിശീലന പരിപാടികൾ, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും JCI ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് കേന്ദ്രീകരിച്ച് 100 സ്കൂളുകളിൽ +2 ഹൈസ്കൂൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് പ്രധാനമായിട്ടും സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലന പരിപാടിയാണ് 100 സ്കൂളുകളിൽ. നമ്മൾ ജനുവരിയിൽ ആരംഭിച്ച് സെപ്റ്റംബർ മാസത്തിൽ ഈ പരിപാടി അവസാനിക്കുന്നതാണ്. ദേശീയ അന്തർദേശീയ രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള JCIയുടെ പരിശീലകരായിരിക്കും ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായിട്ടും സമൂഹത്തിൽ നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഉണർവ് 2019. JCI കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി പ്രസിഡന്റ് സെൽവരാജ് KK, സെക്രട്ടറി പത്മനാഭ ചെട്ടി, രാജേഷ് K നായർ, മുൻ പ്രസിഡന്റ് മുരളീധരൻ AC, വൈസ് പ്രസിഡന്റ് സുബീഷ് കാളിയാറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. MSF പെരുമ്പള ശാഖാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശ്രദ്ധേയമായി. സബ് ഇൻസ്പെക്ടർ രത്നാകരൻ പെരുമ്പള ഉദ്ഘാടനം ചെയ്തു. വളരുന്ന വിദ്യാർത്ഥി തലമുറക്ക് നേരിന്റെ വഴികാട്ടുവാൻ സംഘടിപ്പിക്കുന്ന പച്ചത്തുരുത്ത് 19ന്റെ ഭാഗമായാണ് MSF പെരുമ്പള ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്.
വിദ്യാർത്ഥി തലമുറയെ ലഹരിയെന്ന ആപത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ ഇത്തരം പരിപാടികളിലൂടെ സാധിക്കുമെന്നും MSFന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സബ് ഇൻസ്പെക്ടർ രത്നാകരൻ പെരുമ്പള അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥി സമൂഹത്തെ കാർന്നുനിന്ന ഒരു വിപത്തായി ഇന്ന് കഞ്ചാവും മറ്റു ലഹരി സാധനങ്ങളും മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കോളേജുകളും സ്കൂളുകളുമാണ് ഇതിന്റെ മാർക്കറ്റിംഗ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് കോളേജുകളിലാണ്. കേരളത്തിലെ കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും കാസർഗോഡാണെന്നുള്ളതാണ് വസ്തുത. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ MSFന്റെ ഈ ഉദ്യമം വളരെ അർത്ഥവത്തായതാണ്. ലഹരി വിരുദ്ധ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ഉത്ബുദ്ധരായ എല്ലാ ജനങ്ങളും മുന്നോട്ട് വരണമെന്നൊരു അഭ്യർത്ഥന. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KP ഗംഗാധരൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സദസ്സിനെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും ബാലചന്ദ്രൻ കൊട്ടോടി മാജിക് അവതരിപ്പിച്ചു. ജില്ലാ യൂത്ത് ലീഗ് പ്രവർത്തക സമിതി അംഗം മുഹമ്മദ് കുഞ്ഞി പെരുമ്പള അധ്യക്ഷത വഹിച്ചു. MSF ശാഖ ജനറൽ സെക്രട്ടറി തൻസീർ റിസ്വാൻ ചോളിയോട്, ഹമീദ് കുതിരിൽ, നാസർ കടവത്ത്, ഹാരിഫ് ചോളിയോട്, കലീൽ പള്ളത്തോട്, മൊയ്തു തൈവളപ്പ്, നഷാദ് പരവനടുക്കം, ഹർഷാദ് ബെണ്ടിച്ചാൽ, അൻഷഫ് ചോളിയോട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പരിക്കുകൾ മാറി ഇനി കടലാമകൾക്ക് യഥേഷ്ടം യാത്ര തുടരാം. കഴിഞ്ഞ ജൂൺ മാസം പരിക്കുകളോടെ തൈക്കടപ്പുറം അഴിത്തലയിൽ കണ്ടെത്തിയ ഹോക്ക് ബിൽ കടലാമകളാണ് ആഴിയുടെ ആഴപ്പരപ്പിലേക്ക് യാത്രയായത്. ഇവരെ യാത്രയാക്കാൻ എത്തിയവരിൽ ജില്ലാ കളക്ടറും. പരിക്കുകൾ മാറി കടലിന്റെ ആഴപ്പരപ്പിലേക്ക് ഉളയിട്ടിറങ്ങിയ ആമകൾക്ക് തൈക്കടപ്പുറത്ത് ഹൃദ്യമായ യാത്രയപ്പാണ് നൽകിയത്. കാസർഗോഡ് ജില്ലാ കളക്ടർ ഡോക്ടർ സജിത്ത് ബാബു, ADMP ബിജു എന്നിവരോടൊപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, തീരദേശ പോലീസ്, നെയ്തൽ പ്രവർത്തകർ, മത്സ്യത്തൊഴിലാളികൾ, പടന്നക്കാട് കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ എന്നിവരും യാത്രയപ്പിന് സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് മുതുകിനും കാലിനും പരിക്കേറ്റ നിലയിൽ 2 ആമകളെ തൈക്കടപ്പുറം അഴിത്തലയിൽ നിന്ന് ലഭിച്ചത്. തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും ഈ ആമകളെ തൈക്കടപ്പുറത്തെ നെയ്തൽ ഹാച്ചറിയിലെത്തിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം, ലക്ഷദ്വീപ്, സൗദി അറേബ്യ എന്നീ സ്ഥലങ്ങളിൽ മുട്ടയിടാനെത്തുന്ന ഹോക്ബിൽ ഇനത്തിൽപ്പെട്ട ആമകളായിരുന്നു ഇവ. കേരളത്തിന്റെ കടലോരം ഇത്തരം ആമകളുടെ ദേശാടന പാത മാത്രമാണ്. കടൽയാത്രയ്ക്കിടയിൽ ബോട്ടുകളുടെയോ തോണികളുടെയോ യന്ത്രഭാഗങ്ങൾ തട്ടിയും വലയിൽ കുടുങ്ങിയുമാണ് ഇവയ്ക്ക് പരിക്ക് പറ്റുന്നത്. കഴിഞ്ഞ 7 മാസമായി സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് തൈക്കടപ്പുറം നെയ്തലിൽ ഇവയ്ക്ക് പരിചരണം ലഭിച്ചത്. പരിക്കുമാറിയ ഈ കടലാമകൾക്ക് ഇനി യാത്ര തുടരാം. ആഴിയുടെ ആഴപ്പരപ്പിൽ, വിവിധ സമുദ്രങ്ങളിൽ, വൻകരകളിൽ താൻ വിരിഞ്ഞിറങ്ങിയ തീരത്തേക്കും. ബാലടുക്ക അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 100 കണക്കിന് പേർക്ക് ആശ്വാസം പകർന്ന മെഡിക്കൽ ക്യാമ്പ് ഏനപ്പോയ മെഡിക്കൽ ഡെന്റൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നാസർ ചായന്റടി അധ്യക്ഷത വഹിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന സലീം, അബ്ദുല്ല കുഞ്ഞി ചെർക്കള, മൂസാബി ചെർക്കള, യോനപ്പായ മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഇമ്രാൻ പാഷ, ക്യാമ്പ് ഇൻചാർജ് അബ്ദുൾ റസാഖ്, മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഭരത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ MCA ഫൈസൽ, സുഫൈജ മുനീർ, ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ബേവി മുഹമ്മദ് കുഞ്ഞി, ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ E ചന്ദ്രശേഖരൻ, ഇറാനി ഷാഫി, KA മുഹമ്മദ് കുഞ്ഞി ഹാജി, ഹാജി മുഹമ്മദ് ചെർക്കള, ആലമ്പാടി മുഹമ്മദ് ഹാജി, B മുഹമ്മദ് ഹാജി, CP മൊയ്തു മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ മെഡിസിൻ, സർജറി, ന്യൂറോളജി, യൂറോളജി, ENT, ത്വക്ക് രോഗം, അസ്ഥി വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, രക്തദാനം, രക്തനിർണയം കൂടാതെ ദന്ത വിഭാഗത്തിലടക്കം 1200ഓളം രോഗികൾ ക്യാമ്പിലെത്തി. 200ലധികം രോഗികൾക്ക് സൗജന്യ ചികിത്സയ്ക്കായി യോനപ്പായ ഗ്രീൻ കാർഡ് നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് KCN. നായന്മാർമുല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ 2000-2001 10ാം ക്ലാസ് ബാച്ചിന്റെ സംഗമം എന്റെ ഓർമ്മകൾ എന്ന പേരിൽ 20-ന് നടക്കും. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാന്യ വിൻടച്ച് ഓഡിറ്റോറിയത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് സംഗമത്തിനായി നടത്തുന്നതെന്നും സംഘാടകർ പറഞ്ഞു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കും.
8 ഡിവിഷനിലെ 250ഓളം പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പങ്കെടുക്കും. ക്ലാസ് ടീച്ചർമാരെയും പ്രധാന അധ്യാപകരെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും. 2001 SLC ബാച്ചിലെ 8 ഡിവിഷനുകളിലായിട്ടുള്ള 250ഓളം വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഈ ഗെറ്റ് ടുഗദറിൽ ഒരുമിച്ച് ചേരും. അന്നേ ദിവസം ഈ പരിപാടിയിൽ വെച്ച് 2001 പ്രധാന അധ്യാപകനായ ശ്രീ ഉമ്മൻ മാഷിനെ നമ്മൾ ആദരിക്കും. അതുപോലെ ഓരോ ഡിവിഷനിലെയും ക്ലാസ് ടീച്ചറിനെ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചിരുന്നു. പരിപാടിയുടെ ലോഗോ പ്രസ് ക്ലബ്ബിൽ എന്നെ നെല്ലിക്കുന്നി MLA പ്രകാശനം ചെയ്തു. ഷംസീർ തെരുവത്ത്, ഖാദർ അറഫ ഇല്യാസ്, മഹ്ഷൂദ് പാറക്കട്ട, KVR ആഷിഖ്, അമീൻ ബാദ്ഷാ പാണലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 12 ദിവസങ്ങളിലായി നടന്ന കടമ്പാർ വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാം ഉറൂസിന് സമാപനമായി. സമാപന പരിപാടി നൌഫൽ അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നൌഫൽ അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത സമാപന പരിപാടിയിൽ അൻവർ മുയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യ പ്രഭാഷണം നടത്തി. മഹാനരുടെ നാമധേയത്തിൽ ഉറൂസ് ആണ്ട് നേർച്ച വർഷങ്ങളായി ഈ പ്രദേശത്ത് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹാന്മാരാകുന്ന സ്വാലിഹുകളാകുന്ന മഹത്തുക്കൾ, ഇവരുടെ സാന്നിധ്യം, മഹാന്മാരാകുന്ന ആളുകളുടെ ആ ഒരു തിരുനോട്ടം. ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ അസീസ് പി ബർവ അധ്യക്ഷത വഹിച്ചു. ഉറൂസ് കമ്മിറ്റി സെക്രട്ടറി CA താജുദ്ദീൻ കടമ്പാർ, അബൂബക്കർ ഹൊസമനെ, UN അബൂബക്കർ ഹാജി, MP മുഹമ്മദ് സഹദി തുടങ്ങിയവർ സംബന്ധിച്ചു. ഉറൂസ് നേർച്ചയും മൗലീദ് പാരായണവും അന്നദാനവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഉറൂസ് ദിനങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ സെൻട്രൽ ലെവൽ കലോത്സവമായ Zoom ഫെസ്റ്റും പുതുവത്സരാഘോഷവും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. MD KVK റാം അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ASO പ്രതിനിധി ദീപക് ദേവദാസ്, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ വീണ്ടും. KPSTA വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ജ്യോതിർഗമയ കാസർഗോട്ട് നിന്ന് പ്രയാണം ആരംഭിച്ചു. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ രംഗം അട്ടിമറിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുടെ ആദ്യ പ്രതിമാസ പരിപാടിയായി 3 ലഘുനാടകങ്ങൾ അരങ്ങേറി. പുലിക്കുന്നിലെ സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ കാസർഗോഡൻ കൂട്ടായ്മയാണ് നാടകങ്ങൾ അരങ്ങിലെത്തിച്ചത്. മതപണ്ഡിതൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പങ്കാളികളായവരെ പിടികൂടി ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് സമസ്ത നേതാക്കൾ. അക്രമികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സമസ്ത. കന്നഡ മീഡിയത്തിൽ നിയമനത്തിനായി എത്തിയ മലയാളം അധ്യാപികയെ വിദ്യാർത്ഥികളും PTA കമ്മിറ്റി ഭാരവാഹികളും തടഞ്ഞു. കാസർഗോഡ് ബേക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഭവം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ സംഘപരിവാർ BJP RSS സംഘടനകൾ ശ്രമിക്കുന്നതായി മുസ്ലിം ലീഗ് നേതാക്കൾ. ഹർത്താലിന്റെ മറവിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ BJP നേതാക്കളെ സംരക്ഷിക്കാൻ കുമ്പള മഞ്ചേശ്വരം പോലീസ് ശ്രമിക്കുന്നതായും നേതാക്കൾ. ബാലടുക്ക അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു.
കഴിഞ്ഞ 12 ദിവസങ്ങളിലായി നടന്ന കടമ്പാർ വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാം ഉറൂസിന് സമാപനം. സമാപന പരിപാടി നൌഫൽ അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.